ഒരു കോളേജിൽ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എങ്ങനെയും കെട്ടിയാ മതി, എങ്ങനെയും കെട്ടിയാ മതി. അത്രേ ഉള്ളൂ. വേറെ എക്സ്പെക്ടേഷൻ സത്യത്തത് കെട്ടിയാ മതി. ലവ് സ്റ്റോറി പറയിപ്പിച്ച് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഇഷ്ടമാണ്. മനസ്സേ മനസ്സേ തള്ളിപ്പോ രസമേ നീ വിനീ ഉസരേ ഉസരേ വാസോദാ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഞങ്ങളുടെ ആദ്യത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ആ ഒരു ദിവസമായിരുന്നു ജൂൺ 3 എന്ന് പറയുന്നത്. ഇനിയോ തെൻകിഴക്ക് തേൻ സിട്ട് ചെമ്പരുത്തി പൂമുട്ട് ചെല്ലം കൊഞ്ചുതേ താലാട്ട അതുപോലെ തന്നെ ഒരു വെകിലി തനയോ കാലോ വാരാത വാനവൻ എനിക്കത് വലിയ കാര്യം ശീല നീന്തു ആകാശമീനന തുള്ളിടുതേ ആസ മഴയടിക്കും ഓഞ്ചിരിപ്പിൽ മുളയ്ക്കും നാം പൂവാക വെയിലടിക്കും. ആരോടും സംസാരിക്കാത്തവന് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പെൺകൊച്ചിനെയാണ് കിട്ടിയത്. അമ്മായി ജഗദീശ്വര ഭുവനേശ്വരി സദുർവേദി പരിപൂരണ കലൈവാണി കരുണാകരി അഖിലാണ്ടരൂപി. എന്താ അറിയത്തില്ല, അറിയാതെ കണ്ണിൽ വന്നു പോയി. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം അതുപോലെ സാരിക ചേച്ചിനെ ആണെങ്കിലും ഒത്തിരി നാളായിട്ടില്ല ഞാൻ അറിയുന്നു, കുറച്ച് നാളായിട്ട് എനിക്കും അറിയത്തുള്ളൂ. പക്ഷെ ചേച്ചിനെ ആണെങ്കിലും ഞങ്ങൾ കണ്ട സമയം മുതലേ എന്തോ ഒരു ബോണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിനെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരു ദിവസം അവരുടെ ദിവസമാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും ഇനി ഉള്ള ജീവിതത്തിലും അവർ വളരെ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. പറയുമ്പോൾ നമ്മുടെ നാത്തൂനാണെങ്കിലും ചേട്ടൻ്റെ ഭാര്യയാണ്, ചേട്ടത്തമ്മയാണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ടിനെ പോലെയാണ് അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഫാമിലിയിൽ എല്ലാവരും ഒരു മക്കളാണ്. അവരുടെ അമ്മമാരായാലും അച്ഛന്മാരായാലും എല്ലാവരും അവർക്ക് മക്കളാണ്. നല്ലൊരു ദിവസമാണ്. എല്ലാവരും സന്തോഷം അടിച്ചു പൊളിച്ച് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സന്തോഷം കൊണ്ട് സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുപ്പം തൊട്ടേ അറിയാം. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയാണ് അവൻ. ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പിറന്നാളിന് അവനൊരു ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ ഇന്നും ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് അവൻ എടുത്തൊരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിൽ അത് സൂക്ഷിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഞങ്ങളുടെ ഒരു മൂത്ത മകനാണ് ഞങ്ങളുടെ അച്ഛൻ. അതേപോലെ സാരംഗീതാണ് ഞങ്ങളുടെ ഇനി മൂത്ത മകള്.
ഇനി അവരാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിട്ട് അവരിലൂടെ ഞങ്ങൾ പോകും. முடிவும் கரையும் நீ காற்று கூட நீ மனதோரம் ஒரு காயம் உன எண்ணாத நாளில்லையே நானாக நானும் இல்லையே வழியெங்கும் பல பிம்பம் அது நான் சாயத்தோடில்லையே உன் போல யாரும் இல்லையே நீதானடி நீதானடி நீந்தாமல் நான் மூழ்கி போனேன் நீதானடி நகராத கடிகாரம் அதுபோல் நானும் நின்றிருந்தேன் நீ எங்கு சென்றாய் கண்ணம்மா அழகான கரிதாரம் வெளிபார்வைக்கு பூசிக்கொண்டேன் புன்னகைக்க போதும் கண்ணம்மா நீ கேட்கவே பாடலை ஆசை ராகத்தில்